ചിത്രേ ചിത്രേ ഇടി ചിത്രേ ഓ എന്താ അച്ഛൻ വിളിക്കുന്നേ മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ നീ വിശാലായിട്ട് ഇവിടെ ഇറങ്ങിക്കോ ദേ അമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് തീരുമാനോ എന്ത് തീരുമാനം എടി അമ്മ പറയുവാ നമ്മൾ സിന്ധു ചേച്ചിയുടെ വീട്ടിൽ പഠിക്കാൻ പോണ്ടാന്ന് ഇനി അവിടെ ട്യൂഷന് പോകും പിന്നെ നമ്മളെ മറ്റേ അടിക്കുന്ന ചേച്ചിയില്ലേ കാവേരി ചേച്ചി ആ കാവേരി ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളെ ട്യൂഷൻ പഠിക്കാൻ വിടുന്ന അമ്മ എന്തോന്ന് കാവേരി ചേച്ചിയുടെ വീട്ടിലോ ഞാൻ പോകത്തില്ല കാവേരി ചേച്ചിയുടെ വീട്ടില് എന്റെ അമ്മേ അവരെ അടിച്ച് കൊന്നാളി നമ്മളാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ ദേ അമ്മ അവിടെ എല്ലാം തീരുമാനം എടുത്തോണ്ടിരിക്കുക ഫോൺ ചെയ്ത് കാവേരി ചേച്ചി എല്ലാം പറഞ്ഞോണ്ടിരിക്കുക എന്റെ ദൈവമേ എനിക്ക് വയ്യ ഈ പഠിത്തൊന്നും തീർന്ന് കിട്ടിയ മതിയായിരുന്നു എന്ത് ചെയ്യേ അമ്മ ഒരു തീരുമാനം പിന്നെ തീരുമാനം നിനക്ക് അറിയാലോ നീ എനിക്കൊരു ആശ്വാസമുള്ളത് എന്റെ ഒരു കൂട്ടുകാരി പ്രസന്റ് അവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് എന്റെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഞാൻ പോകത്തില്ല എവിടെ പോയാലും എന്റെ കുഞ്ഞു പാത്തുവിനെ കൊണ്ടേ പോകത്തുള്ളൂ ഒരു കാര്യം ചെയ്യും അവർക്ക് അങ്ങോട്ടൊന്ന് പഠിക്കാൻ പറ നീ വിളിക്കും അങ്ങോട്ട് അപ്പൊ അമ്മയോട് സംസാരിക്കട്ടെ ഫസ്റ്റ് ഈ വേഗം വാ നമുക്ക് എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഈ കാവേരി ചേച്ചിയുടെ അടുത്ത് പോകണമെന്ന് ക്യാൻസൽ ചെയ്യാം വാ ദൈവമേ ഈ പിള്ളേരെ എത്ര നേരം കൊണ്ട് വിളിക്കുന്നത് ചിത്രേ വർഷേ എന്തോ അമ്മേ അമ്മ എന്താ തീരുമാനം എടുത്തെന്ന് ചേച്ചി ഒന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അതെ നിങ്ങൾ അമ്മയല്ലേ ഞാൻ പിന്നെ പല തീരുമാനങ്ങളും എടുക്കും എന്തേ അനുസരിച്ച് വല്ല ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് അല്ല നിങ്ങൾ ട്യൂഷൻ സെന്റർ മാറ്റിയിട്ടുണ്ട് നീ സിന്ധു ചേച്ചിയുടെ വീട്ടിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകണ്ട നീ കാവേരിയുടെ വീട്ടിൽ പഠിക്കാൻ പോയാൽ മതി അമ്മേ അതെങ്ങനെ ശരിയാവും സിന്ധു ചേച്ചി നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കത്തില്ലേ അതെ അമ്മേ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നതിന്റെ മാർക്കൊക്കെ ഞാൻ കാണുന്നുണ്ട് 50-ന് 8 50-ന് 4 ഇതൊക്കെയല്ലേ സിന്ധു ചേച്ചിയുടെ അവിടുത്തെ മാർക്ക് അതമ്മേ നമ്മളിത് നന്നായിട്ട് പഠിക്കണ്ട ഇനി നിങ്ങൾ കാവേരിയുടെ വീട്ടിൽ പോയി പഠിച്ചാൽ മതി നല്ല തല്ല് കൊണ്ട് പഠിക്കുമ്പോ നീയൊക്കെ നല്ല മാർക്ക് തന്നെ മേടിക്കും പെട്ടെന്ന് റെഡി ആയിട്ട് വാ അമ്മേ പ്ലീസ് അമ്മേ ദേ വർഷേ ചിത്ര എന്റെ കയ്യിൽ നിന്ന് വെറുതെ അടി വാങ്ങിക്കരുത് വേഗം പോയി റെഡിയായി ഫുഡ് എടുത്ത് കഴിച്ചിട്ട് വേഗം വാ ഞാൻ കൊണ്ടാക്കി തരാം നിങ്ങളെ അമ്മേ അവസാനത്തെ തീരുമാനമാണോ ഇത് അവസാനത്തെ തീരുമാനം തന്നെയായത് വേഗം പോയി കുളിച്ച് റെഡിയായി അടുക്കളയിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കഴിച്ചോണ്ട് പെട്ടെന്ന് വാ അമ്മേ എന്റെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അമ്മേ അവിടെ പറയാൻ മറന്നുപോയി പാത്തും കൂടെ വരുന്നു എന്ന് പറഞ്ഞു എന്റെ അടുത്ത് പാത്തു ആമിനത്തെ ഇപ്പൊ ഇങ്ങോട്ട് വരും ഹായ് പാത്തുണ്ടല്ലേ പാത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കളിക്കാനും ചിരിക്കാനും നീയൊക്കെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാവേരി നല്ല സ്ട്രിക്റ്റാ ചേച്ചി പാത്തുണ്ടെന്ന് അപ്പൊ കുഞ്ഞോടെ വിളിച്ചാൽ മതിയല്ലോ എന്തോന്ന് അല്ലമ്മേ നല്ല പഠിപ്പിക്കുമെന്ന് ചോദിച്ചതാ ചേച്ചി ഞാൻ നന്നായിട്ട് തിരക്കി കാവേരി നന്നായിട്ട് പഠിപ്പിക്കും വേഗം റെഡി ആയിട്ട് വാ കണ്ണനും പാറു എവിടെ പാത്തോണ്ട് രക്ഷപ്പെട്ട് ലുക്കുരി ഞാൻ പോയേ സോപ്പിട്ട് എങ്ങനെയാണ് അവളെ ഞാൻ കൊണ്ടുപോകും ഒന്നാൾക്ക് ട്യൂഷൻ എവിടെ പോകണമെന്ന് തിരക്കിക്കോണ്ട് നടക്കും അവള് ഈ കാവേരി ചേച്ചി വേഗം വാ അമ്മ ഇനി തീരുമാനം മാറ്റം തോന്നുന്നില്ല ചെവിയാട്ടൂടെ ഇവള് പോയ പിള്ളേരെ കൊണ്ട് ഇതാരാമിനെത്തയോ വിളിക്കാൻ തുടങ്ങിയതാ പിള്ളേര് റെഡിയായി ഇറങ്ങിയതേ ഉള്ളൂ ചിത്രേ വർഷ വേഗം വാ പാത്തു അമിനത്തെ എല്ലാം വന്ന് എന്തുവാ പറയുന്നേ ഒറ്റ വീക്കൊന്ന് വെച്ചേരും കേട്ടാ മര്യാദക്ക് പഠിപ്പിക്കാൻ കൊണ്ടാക്കി മര്യാദയോടൊന്ന് പഠിച്ചോളണം ഓരോ മാർക്ക് കാണണം സിന്ധു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് 50-ന് മുട്ട ഹൃദയ ഈ പിള്ളേരെ സിന്ധുവിന്റെ വീട്ടിൽ പഠിപ്പിക്കാൻ വിട്ടത് ഒന്നും പഠിപ്പിക്കുന്നില്ല കളിക്കും ചിരിയും ബഹളം അവിടെ കിടന്ന് കാവേരി ചേച്ചി നല്ല തല്ലും കൊല്ലട്ടെ പഠിക്കാമല്ലോ നല്ല കിട്ടുന്നിടത്തേ പഠിക്കത്തുള്ളൂ മക്കളെ നീക്ക് പഠിക്കാനല്ലേ നിങ്ങളെ കൊണ്ടാക്കുന്നേ എവിടെയാണ് വർഷ വരുന്നമ്മേ നമുക്കേ ലുക്കൂനെ കൂടെ വിളിക്കാം നമുക്ക് അടിച്ച് പൊളിക്കാടി ഇവിടെ ഈ കാവേരി ചേച്ചിയെ കൂടെ നിനക്ക് അറിയത്തില്ല എന്തോ ഒരു ദേഷ്യമാണെന്ന് അറിയാമോ നിനക്ക് അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം നീ ധൈര്യമായിട്ട് ഇരിക്കേ ചിത്രയിൽ തന്നിട്ട് മരുന്നൊക്കെ ഉണ്ടടി ആമിനത്തേക്ക് അറിയില്ലേ ഭയങ്കര സ്ട്രിക്റ്റ് ആയി ഇവര് ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കുണ്ടല്ലോ ഒരു മാർക്ക് പോലും കുറയത്തില്ല അവനത് പേടിക്കണ്ട ഇനി 50-ന് മുട്ടയൊന്നും കിട്ടത്തില്ല കേട്ടാ 50-ന് 50 തന്നെ ഇവിടത്തെ പിള്ളേർ മേടിക്കും മേടിക്കും കാവേരി ചോദിക്കാൻ പറഞ്ഞു എന്റെ പഠിച്ചോനെ നമ്മൾ ചന്ദ്രനിലേക്കാണ് വന്നത് ഇരുമ്പ് മനുഷ്യനാണല്ലോ
സത്യത്തിൽ ഇരുമ്പ് മനുഷ്യരൊന്നും അല്ല, അത് സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണെന്നാ തോന്നുന്നേ. ആ ഞങ്ങള് കുട്ടികളെ ട്യൂഷനാക്കാൻ വേണ്ടി വന്നതാ. കവിത ഇല്ലേ? കവിത ചേച്ചി ഉണ്ട്. ഒന്ന് വിളിക്കോ? വിളിക്കാം. ആരാ? വയറിളക്കോ? ആർക്ക്? അല്ല ഞങ്ങള് കവിത ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു വയറിളകി ബാത്റൂമിലാണെന്ന് പറഞ്ഞു. ഓ എന്റെ പൊന്നേ, ഈ ചെറുക്കനെ കരുതി എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. ചുമ്മാതെ പറയുന്ന ചേച്ചി, ആരും വന്നാലും ഇങ്ങനെയാ പറയുന്നത് ചെറുക്കൻ. പോ ചെറുക്കകത്തേക്ക്. ആ കുട്ടികൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. കവിത ഇതെന്റെ മോള് പാത്തു. ഇതല്ല, ഇങ്ങോട്ട് വാ പാത്തു, ഇങ്ങോട്ട്. കവിത നന്നായിട്ട് പഠിപ്പിക്കണം കേട്ടാ. ഞങ്ങൾക്ക് ഒരിടത്ത് പോയിട്ട് ഒരു തൃപ്തിയില്ലാതെ ഇവിടെ കൊണ്ട് ഞങ്ങൾ ആക്കിയത്. എന്നോട് ട്യൂഷൻ പറഞ്ഞ പിള്ളേരൊന്നും ഒന്നും കൊണ്ട് പേടിക്കണ്ട ചേച്ചി, ധൈര്യമായിട്ട് പോയിട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇവിടെ പഠിക്കാൻ. ആർക്കാ ഇഷ്ടം? എനിക്ക് സ്വന്തം ചേച്ചിയുടെ അടുത്ത് പോകണത് എനിക്കിഷ്ടം. അവിടെ അടിച്ചു പൊളിക്ക് പഠിക്കുന്നുണ്ടായിരിക്കല്ലേ? ശരിയാ. ആ പിന്നെ ഞാൻ പഠിച്ചിട്ട് നന്നായിട്ട് തല്ലും കേട്ടോ. തല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ ഒരു കുഴപ്പമില്ല, തല്ലിയൊക്കെ കൊന്നോ? ഒരു കുഴപ്പമില്ല. നിന്റെ തൊള്ള നമ്മളെ കൊല്ലിക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എങ്ങനെയാലും നല്ല മാർക്ക് കിട്ടിയാൽ മതി കവിതേ. അവൾ സിന്ധുവിന്റെ അടുത്ത് പോയിട്ട് പിള്ളേരെ ഒന്നും പഠിക്കത്തില്ല. എല്ലാ മാർക്കും കുറെ 50-ന് 8, 50-ന് 7 ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നേ. ആ ഇവിടെ അങ്ങനെയൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ശരി, അപ്പൊ നിങ്ങൾ പൊയ്ക്കോ, കുട്ടികളോട് ഇരുന്നോട്ടെ. വൈകുന്നേരം 4 മണി വരെ ഉണ്ട് കേട്ടോ ക്ലാസ്. ശനി ഞായർ 4 മണി വരെ ഉണ്ട്. ഇന്നത്തേക്ക് ഫുഡൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കാം. നാളെ തൊട്ട് അടുത്ത ശനി ഞായർ നിങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. അങ്ങോട്ട് പോട്ടെ. ആ ശരി ശരി. അപ്പൊ പിന്നെ ശരി കവിതേ, പോ മക്കളെ. തരുന്ന പോർഷൻസ് പഠിച്ചോണ്ടല്ലാതെ ഇവിടെ ഇങ്ങോട്ട് ക്ലാസ്സിൽ ആരും വരണ്ട. കളിക്കാന്ന് ആരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കേട്ടല്ലോ. ഇപ്പൊ വേറൊരു പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. രുക്കൂന്നാ പറഞ്ഞത്. രുക്കു ചേച്ചി, ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയാ ചേച്ചി. മനസ്സിലായി. അകത്തോട്ട് വാ. ആ കേറി വാ മക്കളെ, എല്ലാരും വാ. ദൈവമേ, ഈ തള്ള ആരെയാ കൊണ്ട് വരുന്നേ? തള്ളച്ചി ലേറ്റ് ആയിട്ട് വന്നാ ഇതാണ് ശിക്ഷ കേട്ടോ. ചേച്ചി നാളെ തൊട്ട് നേരത്തെ വരാം ചേച്ചി. 9 മണിക്ക് വരാൻ വരാം, 9 മണിക്ക് വരണം. 9:30 വന്നാ ഇതാണ് ശിക്ഷ. 1/2 മണിക്കൂർ ഇങ്ങനെ നിർത്തുന്നേ. കാണിച്ച് തരാഞ്ഞേ ഇരുക്കും ഓരോണെന്ന് അറിയാം. എന്റെ ദൈവമേ, എന്റെ ഫ്രണ്ട്സ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യം വരുന്നതിന്. എന്റെ ചിത്രം വേണമായിരുന്നു നിന്റെ ശരിയാക്കാൻ. ുണ്ടല്ലോ 1/2 മണിക്കൂർ താമസിച്ചിരിക്കുന്നത് ശിക്ഷയാ. ബാഗും തല വെച്ച് ഇങ്ങനെ നിൽക്കാം ഒറ്റ കാലില്. അതൊക്കെ പോട്ടെ, നീ എന്നാലും അവിടെ പിന്നെ ഞാനേ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നത്. പിന്നെ നിങ്ങളെ കൊണ്ട് വന്ന് കേറ്റാനോ? എടി എന്തിനായിക്കോട്ടെ വന്നത് കെട്ടിയെടുത്തോണ്ട്? എന്ത് ചെയ്യാനാടി? അമ്മമാര് പറഞ്ഞ കേട്ടല്ലേ പറ്റത്തുള്ളൂ. ഓഹോ, ഫ്രണ്ട്സ് ഒക്കെ സംസാരിച്ച് തീർന്നോ? ചേച്ചി എന്റെ കാല് കഴിച്ചു വയ്യ ചേച്ചി. മതിയോ ചേച്ചി? ആ ഇന്നത്തേക്ക് മതി, കാൽ താത്തിട്ടോ. ആ മോളെ എത്ര ക്ലാസ്സിലെ മോളെ? ആ അല്ല ചേച്ചി. ചേച്ചിയുടെ പേര് കവിതയെന്നാണോ കാവേരി എന്നാണോ? എനിക്ക് 2 പേരും ഉണ്ട് മക്കളെ. ഏത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാലമാടത്തിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ മാച്ച്. എന്തോ പറഞ്ഞേ? അയ്യോ ചേച്ചി നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നോണ്ട് കാവേരി എന്ന് വിളിക്കുന്ന ചേർച്ചയെന്ന് ഞാൻ പറഞ്ഞത്. ആ ശരി. മോള് മറ്റേ റൂമിൽ പോയിരുന്നു കേട്ടോ. അവിടെയാണ് 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്. ഇവരൊക്കെ ഇവിടെ ഈ 4ാം ക്ലാസ് ഒക്കെ ഇവിടെയാണ്. ഓക്കെ ചേച്ചി. ആ എല്ലാവരും തറയിലേക്ക് ഇരുന്നു കേട്ടോ. ഭദ്രകാളി ഞാൻ ഉണ്ടല്ലോ, കഴുത്ത് നെരിച്ച് ഞാനങ്ങ് കൊല്ലും ഞാൻ. നീ ഇവിടെ വേണോടി? എങ്കിലും എന്റെ കളികളൊക്കെ നടക്കോളൂ. അല്ലടി, ചിത്രം ഉള്ളത് ഒരു ധൈര്യം നമുക്ക്. കളിക്കാതെ ബുക്കൊക്കെ എടുക്കി വിട്ടത് വേഗം. അവിടെ കുത്തിയിരി, ദേ വരുന്നു. എന്നാലും നീ ഇവിടെ കാണുമ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചു. ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക നിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞോണ്ടിരുന്നു. എടി എന്റെ അമ്മ ഇന്നലെ ഇവിടെ കൊണ്ട് ചേർത്തത്. എല്ലാരും അങ്ങോട്ട് നീങ്ങിയിരുന്നേ മക്കളെ. ആരൊക്കു ഇന്നലെ നിന്ന് ഹോംവർക്ക് ചെയ്തായിരുന്നോ? ചേച്ചി അത് ഞാൻ വിട്ടുപോയായിരുന്നു ചേച്ചി, മറന്നുപോയി. എന്തോ പറഞ്ഞേ? മറന്നുപോയെന്നോ? അതെ ചേച്ചി, നാളെ ഞാൻ എന്തായാലും എഴുതിക്കൊണ്ട് വരാം ചേച്ചി. ഇന്ന് തന്ന ഹോംവർക്ക് ഇന്നാ ചെയ്യേണ്ടത്, നാളെ അല്ല ചെയ്യേണ്ടത്. ഒരു ഹോംവർക്ക് തന്ന അത് ചെയ്തോണ്ട് വരണം. ഇനി എന്റെ ചെയ്യാതെ എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും വന്നോണ്ടല്ലോ. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ശിക്ഷ ചെയ്താ കുനിഞ്ഞു നിൽക്ക്. നീക്ക് ശിക്ഷ തന്നാലും ശരിയാവത്തുള്ളൂ. ചേച്ചി പ്ലീസ് ചേച്ചി, പറയുന്നത് കേൾക്കണോ? അങ്ങോട്ട് 1/2 മണിക്കൂർ ഇങ്ങനെ നിന്നോ? എനിക്ക് പേടിയാവണം. ശിക്ഷകൾ കണ്ടല്ലോ,
ഹോംവർക്ക് എഴുതാതെ വരുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ ശിക്ഷയാണ് തരുന്നത്. കണ്ടല്ലോ? ടെക്സ്റ്റ് എടുത്തേ. ഞാൻ നെക്സ്റ്റ് മറ്റേ ക്ലാസ്സിൽ പോയി നോക്കിട്ട് വരട്ടെ. അയച്ചോണ്ടിരി കേട്ടോ. ശരി ചേച്ചി. ഈ ഭദ്രകാളി ഞാൻ കൊല്ലൂടി. നീ കുറച്ചേരം നൂന്നിക്കേ. ചേച്ചി പോയല്ലോ. അമ്മേ, എന്തൊരു ശിക്ഷയാണ് ഇത്. ചേച്ചി പോയ അങ്ങോട്ട്. പോയി നീ വരണ കുരുങ്ങി എന്നാ മതി. ചിത്രേ, നമുക്ക് പറ്റിയ ട്യൂഷൻ സെന്റർ അല്ലടി ഇത്. നമ്മളെ ചിന്തിച്ചേച്ചി എന്ത് പാവാടി. ശരിയാ. എന്നിട്ട് നമ്മൾ അവിടെ എന്തോരം ബഹളം കാണിച്ചിട്ടുണ്ട്. അവിടെ ബഹളം കാണിച്ചിട്ട് ശിക്ഷയാടി നമുക്ക് ഇവിടെ തന്നത്. ഓ ഭാഗ്യം, അവിടെ ഒന്ന് ക്ലാസ് എടുക്കാടി. ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരത്തില്ല. പൂക്കാലം പൂക്കാലം പൊന്നടി വെച്ചില്ലേ. അയ്യോ ചേച്ചി, ഇതോടെ ടീച്ചർ കുറുക്കലോട് കൊതു വന്നിരുന്നു. ടീച്ചർ എന്നെ അടിച്ചു കൊല്ലാൻ വേണ്ടി തോന്നുന്നു ആ ടീച്ചറെ. നിങ്ങളെ വേഷം കെട്ടൊക്കെ എന്റെ എടുക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ആരെന്ത് കള്ളത്തരം പറഞ്ഞാലും ഞാൻ അതിനുള്ള ശിക്ഷ ഇവിടെ തന്നിരിക്കും. തല കീഴായി നിൽക്കിരിക്കോ ടീച്ചറെ? അതെങ്ങനെ നിൽക്കാം? തല കീഴായി നിൽക്കാനാ പറ. കാല് മുകളിൽ തല താഴെ. ഇത് എന്നെ പറ്റിച്ചുള്ള ശിക്ഷയാ. വേഗം 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 എനിക്ക് പഠിപ്പിക്കുന്നുള്ളതാ. മണിക്കൂർ അങ്ങനെ നിന്നോട്ടോ. ഇവിടെ കള്ളത്തരം കാണിക്കാനൊന്നും പറ്റത്തില്ല. എടി രുക്കു, ഇത് എന്താണ് ഈ ശിക്ഷ? വീട്ടിലോട്ട് പോട്ടെ. ആ തള്ളയൊന്ന് കൊല്ലുന്നുണ്ട്. പോട്ടെ.